നമസ്കാരം. പ്രീത സീസൺ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വിഷയം കറിവേപ്പിന്റെ കീടബാധ എങ്ങനെയാണ്, കറിവേപ്പിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഗുണമേന്മയുള്ള കറിവേപ്പിന്റെ കൃഷി, അതുപോലെ തന്നെ വിപണിയിൽ കിട്ടുന്ന കറിവേപ്പ് നമ്മൾ വാങ്ങിക്കേണ്ടതുണ്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പ് നട്ടുപിടിപ്പിക്കുന്ന അഭികാമ്യമാണോ, എന്തൊക്കെയാണ് നമ്മുടെ ചിന്താവിഷയം. മറ്റുള്ള പച്ചക്കറി ചെടികളെ പോലെ തന്നെ ഈ കറിവേപ്പിന് നമുക്ക് പ്രൂണിങ് അത്യാവശ്യമാണ്. പ്രൂണിങ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഈ കീടബാധയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കട്ടറൊന്നും വേണമെന്നില്ല, വീട്ടിൽ ഉപയോഗിക്കുന്ന നല്ല മൂർച്ചുണ്ട് കത്തി മതി. ഇതിന്റെ കമ്പല്ല, ഇതിനെ കട്ട് ചെയ്തിടുക, ഇരിയരുത്, എല്ലാം കട്ട് ചെയ്തിടുക. ഈ കട്ട് ചെയ്യുന്ന കമ്പ്, അതുകൊണ്ട് തന്നെ വാടിയ കമ്പുകളെ, അതുകൊണ്ടൊക്കെ കാ പിടിക്കുന്ന കമ്പുകൾ, കാ പിടിച്ച് കഴിഞ്ഞ ശേഷം അതിന്റെ വളർച്ച അങ്ങ് മുരടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്തത്. കറിവേപ്പിന്റെ മൂട്ട മണ്ണൊന്ന് മാറ്റിയിട്ടുണ്ട്, മാറ്റിയിട്ടേക്ക് തന്നെ കടിക്കുക. അതിന്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് കുമ്മായി ഇട്ട് കൊടുക്കും. ഇങ്ങനെ എന്നിട്ട് ഇത് മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് വെറുതെ ഇങ്ങനെ ഇട്ടേക്കരുത്, മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് 15 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പൊടിഞ്ഞ കാലിവളമോ പച്ചക്കറി വേസ്റ്റിന്റെ അതോ ജൈവ സ്ലറിയോ അടുപ്പിലെ ചാരോ എന്ത് വേണേലും ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ആരോഗ്യമുള്ളൊരു കരിയാപ്പയാണ്. കറിവേപ്പിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഷുഗർ, കൊളസ്ട്രോള്, ബിപി ഇതൊക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. കറിവേപ്പിന്റെ മൂന്ന് തണ്ട് എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് വെറും വറ്റി കുടിച്ചാൽ ഷുഗറും കൊളസ്ട്രോളും കൊടുക്കും. ഇതിന്റെ വേറെ ഒരു കൂടെ കറിവേപ്പാണ്, 10-25 വർഷമായതാണ്, നല്ല ഹൈറ്റ് പോയിരിക്കുകയാണ്. ഉണ്ടോ, ഇതിനിങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ട് കീടബാധയോ മറ്റു ശല്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഒരു കറിവേപ്പ് നട്ടാൽ വെളിനാട്ടിൽ നിന്നും വരുന്ന, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വിഷമടിച്ച് വരുന്ന കറിവേപ്പില വാങ്ങേണ്ട കാര്യമില്ല. ഈ കറിവേപ്പിന്റെ ഇലയ്ക്ക് വിപണിയിൽ നല്ല മൂല്യമുണ്ട്. അതുകൊണ്ട് തൈക്കളും നമുക്ക് വിറ്റ് കാശുണ്ടാക്കാവുന്നതാണ്. ഇത് കറികൾക്ക് നല്ല മണവും രുചിയും കൊടുക്കാനും നമ്മുടെ കറികളൊക്കെ വെച്ച ശേഷം ബൗളിലേക്ക് മാറ്റി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനും മല്ലിയിലയുടെയും പുതിനയുടെയും ഒപ്പം തന്നെ നമ്മൾ കറിവേപ്പില ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ കറിവേപ്പ് എല്ലാവരും നട്ടുപിടിക്കും.